ഇത് രാവിലെ തന്നെ സ്കൂളിൽ പോകാനായി ഇതേ അച്ചുമോനിവിടെ യാത്രയാണ് കേട്ടോ. എൻ്റെ യാത്രയാവലൊക്കെ കഴിഞ്ഞ് ഇതേ ഞാൻ വേഗം ഭക്ഷണം കഴിക്കുകയാണ്. നിന്ന് കഴിക്കരുതെന്നൊക്കെ പറയും, പക്ഷെ നേരല്ലല്ലോ, വേഗം വാരി കഴിച്ചു കേട്ടോ. കാര്യം എനിക്ക് 8:30 പോയാൽ മതി, പക്ഷേ 7:30 പാറമോളെ കയറ്റി വിടണം. അങ്ങനെ ഇതേ ധൃതി പിടിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ അച്ചമ്മയും മോളും കൂടി ഇവിടെ പൂ പൊട്ടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പാറമോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കുറേ പൂ അവൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കി ഇനി പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പോക്കറ്റ് കാണിച്ചു തരാണ് കേട്ടോ. പോക്കറ്റിൻ്റെ ഉള്ളിൽ നിറയെ പൂവാണ്. ആ പൂ പോരാണ്ട് ഇതൊക്കെ പൊട്ടിച്ച് ഇതേ വണ്ടിയിലത്തെ ആൻറ്റിക്ക് കൊടുക്കണം, ടീച്ചർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതേ പൊട്ടിച്ച് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൊണ്ടുപോകണം. അപ്പം അച്ചുമോനോട് ഞാൻ പറയായിരുന്നു വേഗം വരാനായിട്ട് കേട്ടോ. കയ്യിൽ ഇതേ കടയിലേക്കുള്ള ഭക്ഷണം ഉണ്ട്, അതുപോലെ ഇതേ പാറമോളുടെ ബാഗ് ഉണ്ട്, എൻ്റെ ബാഗ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അച്ചുമോൻ്റെ ബാഗും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോവുക. അങ്ങനെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്ത പാറു ഇതേ കടയിലെത്തിയിട്ട് റോബസ്റ്റ് കോലയിൽ നിന്ന് പഴം പൊട്ടിച്ച് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് പാറമോൾ ഈ റോബസ്റ്റ് പഴത്തിന് എന്താ പറയാന്നറിയോ, ഓഗസ്റ്റ് പഴം എന്നാണ് കേട്ടോ. അങ്ങനെ പാറമോളുടെ ഓഗസ്റ്റ് പഴമൊക്കെ തിന്ന് പാറമോൾ ഇതേ വണ്ടി വന്നപ്പോൾ പാറമോളെ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ ഇതേ കടയിലേക്കുള്ള ലോഡൊക്കെ വന്ന് അത് ഇറക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോഴാണ് ഞാൻ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പോയി തിരിച്ചൊക്കെ വന്നപ്പോൾ ഇത് പാറമോൾ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് മയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് പാറമോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ചമ്മയും മോളും കൂടി നടക്കാൻ പോയി വരുന്ന വഴിയിൽ ഇതേ കുറച്ച് മിഠായി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എവിടുന്നാ മിഠായി എന്ന്. അച്ചമ്മ എനിക്ക് 5 രൂപ തന്നു, അതുകൊണ്ട് മിഠായി മേടിച്ചതാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് കുറച്ച് മിഠായി ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നോട് കണ്ണടയ്ക്കാൻ പറയുകയാണ്. അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഇതേ കൈ നിറയെ മിഠായി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ മിഠായി ഒക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചുചേട്ടൻ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ചുചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പാറമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊള്ളിയാണ് പാറമോൾ ഇവിടെ കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വറുത്ത കൊള്ളിയാണ് പാറമോൾക്ക് ഇഷ്ടം കേട്ടോ. അത് വട്ടത്തിലാണെങ്കിൽ പാറമോൾക്ക് അത് ഇഷ്ടമില്ല. അങ്ങനെ അതും കഴിച്ച് പാറമോൾ ഇരുന്നു.